ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വീട്ടിലിരുന്ന് വോട്ട് ചെയ്യുന്നവരുടെ ബാലറ്റുകൾ കൃത്യമായി എത്തിക്കുന്നില്ലെന്ന് പരാതി. രേഖപ്പെടുത്തിയ വോട്ടുകൾ സീൽ ചെയ്ത പെട്ടികളിൽ കൊണ്ടുപോകാനുള്ള നിർദ്ദേശവും പാലിക്കപ്പെടുന്നില്ല എന്ന പരാതിയും ശക്തമായുണ്ട്. വിവരങ്ങൾ നൽകാൻ തിരുവനന്തപുരത്ത് നിന്ന് ചേരുന്നത് വിനോദാണ്. വിനോദ്, എന്തൊക്കെയാണ് വിശദാംശങ്ങൾ? വിനോദ്, കേൾക്കാമെങ്കിൽ ഇത്തരം പരാതികളിൽ വലിയ ശക്തമായ നടപടികൾ വരാനുള്ള സാധ്യതയുണ്ടോ? എന്തൊക്കെയാണ് വിശദാംശങ്ങൾ? ദേവിക, തീർച്ചയായും നമ്മൾക്കറിയാം, തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇത്തവണ ഏർപ്പെടുത്തിയ ഒരു പുതിയ സംവിധാനമാണ്, അല്ലെങ്കിൽ ഒരു പുതിയ സൗകര്യമാണ്. 85 വയസ്സ് കഴിഞ്ഞ പ്രായമായവർ പോളിംഗ് ബൂത്തിൽ പോയി കഷ്ടപ്പെട്ട് ക്യൂ നിന്ന് വോട്ട് ചെയ്യേണ്ട ആവശ്യമില്ല. അവർക്ക് വീടുകളിൽ ബാലറ്റ് പേപ്പർ എത്തിക്കും. അതേപോലെ തന്നെ ഭിന്നശേഷിയുള്ളവർ, അതേപോലെ തന്നെ വികലാംഗർ, ഇങ്ങനെയൊക്കെയുള്ള ആളുകൾക്ക് കൃത്യമായി അവർ അപേക്ഷ നൽകിയാൽ അവർക്ക് വീടുകളിൽ ബാലറ്റ് എത്തിക്കുന്ന സംവിധാനം ഇത്തവണ മുതൽ കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഏർപ്പെടുത്തിയതാണ്. പക്ഷേ ഇത് കേരളത്തിൽ വ്യാപകമായി ദുരുപയോഗം ചെയ്യുന്നു എന്നുള്ളതാണ് നമ്മളുടെ അന്വേഷണത്തിൽ കണ്ടെത്തുന്നത്. കാരണം ഈ ബാലറ്റ് പേപ്പറുകൾ ഈ കഴിഞ്ഞ തിങ്കളാഴ്ച മുതൽ 25-ാം തീയതിക്കകം കൊടുത്ത് ആ വോട്ട് രേഖപ്പെടുത്തി അത് കൃത്യമായി കവറിലിട്ട് അത് കൃത്യമായി വോട്ടെണ്ണൽ കേന്ദ്രത്തിൽ, സുരക്ഷിത കേന്ദ്രത്തിൽ എത്തിക്കണമെന്നുള്ളതാണ്. പക്ഷേ ഇതൊന്നും കേരളത്തിൽ നടപ്പാകുന്നില്ല. പല ബൂത്ത് ലെവൽ ഓഫീസർമാരും ഈ പ്രായമായവരുടെ വീടുകളിൽ ഈ ബാലറ്റ് പേപ്പർ എത്തിക്കുന്നില്ല. ഈ ബാലറ്റ് പേപ്പർ എത്തിക്കാതെ ഈ ബാലറ്റ് പേപ്പറിൽ ഇവർ തന്നെ വോട്ട് രേഖപ്പെടുത്തി ഇത് മടക്കി അയക്കുന്നുണ്ടോ എന്നുള്ള സംശയം പോലും ഉയരുകയാണ്. അത് മാത്രമല്ല, ഇത്തരത്തിൽ ആർക്കെങ്കിലും ബാലറ്റ് പേപ്പർ നൽകിയാൽ അവിടെ കൃത്യമായി സുരക്ഷാ മാനദണ്ഡങ്ങളില്ല. അവിടെ കൃത്യമായി ഇത് ഒട്ടിച്ച കവറിൽ കൊണ്ടുപോകണം എന്നുള്ളതാണ്. ഇത് ക്യാരി ബാഗിലൊക്കെ ആയിട്ട് കൊണ്ടുപോവുകയാണ്. എന്തായാലും തിരുവനന്തപുരത്തെ വിവരാവകാശ പ്രവർത്തകൻ കൂടിയായിട്ടുള്ള ശ്രീ അജയൻ നമുക്കൊപ്പം ചേരുന്നുണ്ട്. അദ്ദേഹത്തിനുണ്ടായ അനുഭവം തന്നെ നമുക്കൊന്ന് ചോദിച്ചറിയാം. അജയൻ, തീർച്ചയായും വെട്ടുകാട് ഭാഗത്ത് ഇത്തരത്തിൽ വീട്ടിൽ വോട്ട് സംവിധാനം അത് ദുരുപയോഗം ചെയ്തു എന്ന് നമ്മൾ മനസ്സിലാക്കുന്നു. എന്താണ് നമുക്ക് കിട്ടിയ വിവരം? നമ്മുടെ ഈ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ പുതിയ ഒരു നടപടിക്രമമാണ് 85 വയസ്സ് കഴിഞ്ഞവർക്കും അംഗപരിമിതർ, വികലാംഗർ തുടങ്ങിയവർക്ക് വീട്ടിൽ ബാലറ്റ് പേപ്പർ നൽകി വോട്ട് സ്വീകരിക്കുക എന്നുള്ളത്. പക്ഷേ ഇത് വ്യാപകമായി നടക്കുന്നത് സുതാര്യമാണോ എന്ന് പരിശോധിക്കാനുള്ള ഉത്തരവാദിത്തം തെരഞ്ഞെടുപ്പ് കമ്മീഷനുണ്ട്. ഈ തെരഞ്ഞെടുപ്പ് സമയത്ത് ഈ ബാലറ്റ് പേപ്പറിൽ, ഈ വീടുകളിലെത്തി ബാലറ്റ് പേപ്പർ നൽകുന്ന സമയത്ത് ഒരു സുരക്ഷാ ഉദ്യോഗസ്ഥൻ, അതുപോലെ തന്നെ 2 പോളിംഗ് ഉദ്യോഗസ്ഥർ, ഒരു ഒബ്സർവർ, അതോടൊപ്പം തന്നെ ഒരു വീഡിയോഗ്രാഫറും ഉണ്ടായിരിക്കണം. ഈ വീഡിയോഗ്രാഫർ ചെയ്യേണ്ട ജോലി ഈ വോട്ടർക്ക് ഈ ബാലറ്റ് പേപ്പർ കൊടുക്കുന്ന വീഡിയോ ചിത്രീകരിക്കണം. അതിനുശേഷം ഈ ബാലറ്റ് പേപ്പർ വോട്ടർ വീടിനകത്ത് കൊണ്ടുപോയി വോട്ടിട്ടതിന് ശേഷം തിരിച്ച് കൊണ്ടുവരുമ്പോൾ അത് കൈപ്പറ്റുന്ന വീഡിയോയും സ്വീകരിക്കണം. അപ്പോൾ ഈ നടപടിക്രമം പാലിച്ചിട്ടുണ്ടെങ്കിൽ വെട്ടുകാട് വാർഡിൽ നടന്ന ഈ പോളിംഗ്, അവിടെ വെട്ടുകാട് വാർഡ് ഞാൻ മനസ്സിലാക്കുന്നത്, ഞാൻ ഇന്ന് BLO ആയിട്ട് സംസാരിച്ചു. അപ്പോൾ ആ BLO പറഞ്ഞത് വെട്ടുകാട് വാർഡിൽ 15-ാം തീയതി തന്നെ 1-2 ബൂത്തുകളിൽ ഈ 85 വയസ്സിന് മുകളിലുള്ളവരുടെ വോട്ട് രേഖപ്പെടുത്തി കഴിഞ്ഞു എന്നാണ്. അതാണ് ദേവിക പ്രധാനപ്പെട്ട കാര്യം. കേരളത്തിൽ പോളിംഗ് ആരംഭിച്ചിരിക്കുന്നു. 26-ാം തീയതിയാണ് നമ്മുടെ തെരഞ്ഞെടുപ്പ്. ഇവിടെ ഓൾറെഡി വോട്ട് ഇട്ട് കഴിഞ്ഞു. ബൂത്ത് ലെവൽ ഓഫീസർമാർ വോട്ട് ചെയ്യുകയാണ്, വ്യാപകമായി വോട്ട് ചെയ്യുകയാണ്. അവിടുത്തെ രാഷ്ട്രീയ പാർട്ടിക്കാർ ഇത് അറിഞ്ഞിട്ടുണ്ടോ? ഈ വിവരം അറിഞ്ഞതിന് ശേഷം നമ്മുടെ അവിടുത്തെ കോൺഗ്രസിൻ്റെ മുൻ മണ്ഡലം പ്രസിഡന്റ് B. രാമചന്ദ്രൻ, അദ്ദേഹം ഇപ്പോഴത്തെ അവിടുത്തെ UDF ഇലക്ഷൻ കമ്മിറ്റിയുടെ ചെയർമാനാണ്. അതുപോലെ തന്നെ ബൂത്ത് നമ്പർ 1-ൻ്റെ ചുമതലയുള്ള ആളാണ്. ബൂത്ത് പ്രസിഡന്റ്, അതുപോലെ 2-ാം നമ്പർ ബൂത്തിൻ്റെ പ്രസിഡന്റ്, അവരെ വിളിച്ചു ചോദിച്ചു. അപ്പോൾ അവർ പറയുന്നത്, ഞങ്ങളുടെ ഈ 15-ാം തീയതി വോട്ടിട്ട് വരുമോ, ഇങ്ങനെ വീടുകളിലെത്തി വോട്ട് ശേഖരിക്കുന്ന വരുമോ ബന്ധപ്പെട്ട തെരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥർ ആരും തന്നെ അവരെ അറിയിച്ചിട്ടില്ല എന്നാണ്. അതുപോലെ തന്നെ BJPയുടെ, ഞാൻ അവിടുത്തെ ജില്ലാ കമ്മിറ്റി മെമ്പറേയും അവിടുത്തെ ബൂത്ത് പ്രസിഡന്റ് വിജയൻ, അദ്ദേഹത്തെ ബന്ധപ്പെട്ടു. അപ്പം നിങ്ങൾ ഈ വിവരം അറിഞ്ഞിട്ടുണ്ടെന്ന് ചോദിച്ചു. നമ്മുടെ വെട്ടുകാട് വാർഡിൽ 1-2 ബൂത്തിൽ ഇലക്ഷൻ്റെ പ്രോസസ്സ് പാരമ്പര്യമായിട്ട് നടന്നിട്ടുണ്ട്. അതിൽ ബൂത്ത് നമ്പർ 1-ൽ 7 വോട്ട് ഉണ്ട് എന്നാണ് പറഞ്ഞത്. അതിൽ 6 വോട്ട് രേഖപ്പെടുത്തി കഴിഞ്ഞു. അത് കഴിഞ്ഞ് ബൂത്ത് നമ്പർ 2, ആ ബൂത്ത് നമ്പർ 4 വോട്ട് രേഖപ്പെടുത്തി കഴിഞ്ഞു. അപ്പോൾ വെട്ടുകാട് വാർഡിലെ 1-2 ബൂത്തുകളിൽ 10 വോട്ട് ഇപ്പോൾ ആൾറെഡി നടന്നു കഴിഞ്ഞു എന്നുള്ളതാണ് വസ്തുത. അപ്പോൾ ഇത് ഞാൻ BLOയോട് ചോദിച്ചു, ഇതൊക്കെ നിങ്ങളുടെ ഈ ബന്ധപ്പെട്ട സ്ഥാനാർത്ഥികളുടെ ബൂത്ത് പ്രസിഡന്റുമാർ അവരുടെ പ്രതിനിധികളെയൊക്കെ അറിയിക്കണം. കൂടാതെ തന്നെ സ്വതന്ത്ര സ്ഥാനാർത്ഥികളുണ്ട്, അവരെയുടെ പ്രതിനിധികളെ അവരെയും കൂടെ അറിയിച്ച് വേണം ഈ വോട്ട് എടുക്കേണ്ടത്, വോട്ട് ഇട്ട് നടപ്പിലാക്കേണ്ടത്. പക്ഷേ ഇതൊക്കെ
നടന്നിട്ടുണ്ടോ എന്ന് പരിശോധിക്കാൻ ആരും ഇല്ല എന്നുള്ള വസ്തുത. ഇതെല്ലാം വരുന്നത് സർക്കാർ ഉദ്യോഗസ്ഥരാണ്, പിന്നെ ഞാൻ BLOമാരാണ്. അപ്പോൾ ഇതിന് ഈ ഒരു സുതാര്യത വേണമെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. കാര്യം ജനാധിപത്യ പ്രക്രിയകളിൽ നമ്മുടെ വോട്ടവകാശം ദുരുപയോഗം ചെയ്യാതെ അത് കാത്തു സൂക്ഷിക്കാനുള്ള ഉത്തരവാദിത്തം നമ്മുടെ ഇലക്ഷൻ കമ്മീഷനുണ്ട്. ഇലക്ഷൻ കമ്മീഷൻ ഇത്തവണ നിരവധി നിയമങ്ങളും ഒക്കെ പ്രഖ്യാപിച്ചിട്ടുള്ളതാണ്. അപ്പോൾ അത് റവന്യൂ ഉദ്യോഗസ്ഥർ കൂടാതെ അംഗൻവാടിയിലെ ജീവനക്കാർ, അതേപോലെ തന്നെ ഈ ആശാ വർക്കർമാരൊക്കെ ഈ ജോലിയിൽ ഏർപ്പെടുന്നുണ്ടല്ലോ, ഈ BLOമാരുടെ ജോലിയിൽ. ഇത് പരിശോധിക്കപ്പെടേണ്ട വസ്തുതയാണ്. കാര്യം ഒരു ഉത്തരവാദിത്വം ഇല്ലാത്ത ആൾക്കാർ എങ്ങനെയാണ് ഈ ഒരു വോട്ട് രേഖപ്പെടുത്തുന്ന സമയത്ത് അവിടെ ഹാജരാകുന്നതും അവർ ആരാണ് ചുമതലപ്പെടുത്തിയെന്നും വ്യക്തമാക്കേണ്ട ഉത്തരവാദിത്തം തെരഞ്ഞെടുപ്പ് കമ്മീഷനുണ്ട്. അത്തരത്തിൽ വോട്ടുകൾ രേഖപ്പെടുത്തി നടപടിക്രമം പാലിക്കാതെയാണ് ഈ വോട്ടുകളൊക്കെ രേഖപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ ഇതൊക്കെ റദ്ദ് ചെയ്ത് റീപോളിംഗ് നടത്തണം. ഈ പോസ്റ്റൽ വോട്ടുകളല്ല, ഈ വീടുകളിലെത്തി നടത്തപ്പെടുന്ന വീട്ടിലെ വോട്ട് ഒന്നുകൂടി രാഷ്ട്രീയ പാർട്ടിക്കാരെയും എല്ലാവരെയും അറിയിച്ചുകൊണ്ട് സുതാര്യമായി നടത്തേണ്ട സംവിധാനം നടത്തണം. മറ്റൊരു കാര്യം, ഈ സംവിധാനത്തെക്കുറിച്ച് ജനങ്ങളിൽ 85 വയസ്സ് കഴിഞ്ഞവരിൽ ഒരു അവബോധം ഉണ്ടാക്കുന്നതിന് വേണ്ടി ഇലക്ഷൻ കമ്മീഷനോ മാത്രമല്ല ഈ രാഷ്ട്രീയ പാർട്ടികൾ ആരും തന്നെ ഒരു ശ്രമവും നടത്തിയിട്ടില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതിൻ്റെ ഒരു ഫലം കൂടിയാണ് ഈ അവസരം മുതലെടുത്തുകൊണ്ടാണ് ചിലർ ഇത്തരത്തിലുള്ള പ്രക്രിയയിൽ ഏർപ്പെട്ടിരിക്കുന്നത്. തീർച്ചയായിട്ടും നമ്മൾക്ക് മനസ്സിലാകുന്ന ഒരു കാര്യം, നമ്മൾ ഈ വാർത്ത ചിത്രീകരിക്കുന്നതിന് വേണ്ടി വന്ന സമയത്ത് ഇവിടെ പ്രായമായ കുറേ ആളുകളുമായിട്ട് സംസാരിച്ചു. 85 വയസ്സുള്ള 2-3 പേരോട് സംസാരിച്ചപ്പോൾ അവർ ചോദിച്ചത്, അങ്ങനെ ഒരു സംവിധാനം ഉണ്ടോ, നമുക്ക് അങ്ങനെ വീട്ടിലിരുന്ന് വോട്ട് ചെയ്യാൻ പറ്റുമോ എന്നാണ് ചോദിക്കുന്നത്. അപ്പോൾ ഇത് കൃത്യമായ ആളുകളിലേക്ക് ഈ വിവരം എത്തുന്നില്ല. ഇത്തരത്തിൽ സൗകര്യമുണ്ടെന്ന് അറിയുന്നില്ല. സൗകര്യമുണ്ടെങ്കിൽ കൂടി അത് ദുരുപയോഗം ചെയ്യുകയാണ്. നമ്മളൊന്ന് മനസ്സിലാക്കേണ്ടത്, കേരളത്തിൽ 2.10 ലക്ഷം വോട്ടർമാരാണ് ഇത്തരത്തിലുള്ളത്. പ്രായമായ 85 വയസ്സിന് മുകളിൽ വികലാംഗർ, അംഗപരിമിതരായിട്ടുള്ള ആളുകൾ 2.10 ലക്ഷം വോട്ടാണ്. ഇത്രയും വോട്ടുകൾ ഈ BLOമാർ അവർക്കിഷ്ടമുള്ള ആളുകൾക്ക് നൽകി, അല്ലെങ്കിൽ അവർക്കിഷ്ടമുള്ള സ്ഥാനാർത്ഥികൾക്ക് വോട്ട് ചെയ്ത് മടക്കി നൽകുകയാണെങ്കിൽ ജനവിധി എന്താകും? കേരളത്തിലെ യൂണിയൻ സംവിധാനം, വലിയ രാഷ്ട്രീയ യൂണിയനുകളൊക്കെ സ്വാധീനത്തിലുള്ള റവന്യൂ ഉദ്യോഗസ്ഥരും, അതേപോലെ തന്നെ അംഗൻവാടി ജീവനക്കാരും, അതേപോലെ തന്നെ ഇത്തരത്തിലുള്ള ആശാ വർക്കർമാരും ഒക്കെ അവർക്ക് ഇഷ്ടപ്പെട്ടവർക്ക് വോട്ട് ചെയ്യുകയാണെങ്കിൽ പിന്നെ ഈ വോട്ടിൻ്റെ ആവശ്യമില്ലല്ലോ. 26-ാം തീയതിയാണ് നമ്മുടെ നാട്ടിൽ വോട്ടെടുപ്പ് നടക്കുന്നത്. പക്ഷേ വീട്ടിൽ വോട്ട് സംവിധാനം ആരംഭിച്ചു. വീടുകളിൽ ചെല്ലാതെ ബാലറ്റുകൾ മടങ്ങുന്നു. വീടുകളിലെത്തിയ ബാലറ്റുകളാകട്ടെ കൃത്യമായി പാക്ക് ചെയ്യാതെ ക്യാരി ബാഗുകൾ മടങ്ങുന്നു. ഇത്തരത്തിലുള്ള വമ്പൻ അട്ടിമറികളാണ് ഈ തെരഞ്ഞെടുപ്പ് സൗകര്യത്തിൻ്റെ പേരിൽ ഈ കേരളത്തിൽ നടക്കുന്നത് എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ശരി, തിരുവനന്തപുരത്ത് നിന്നും തത്സമയം വിവരങ്ങൾ നൽകി ഞങ്ങളുടെ പ്രതിനിധി വിനോദ്.